ഇറ്റാലിയൻ സീരിയയിൽ കരുത്തന്മാരായ എസി മിലാന് തോൽവി. ലാസിയോ എതിരില്ലാത്ത ഒരു ഗോളിന് എസി മിലാനെ തോൽപ്പിച്ചു. 80-ാം മിനിറ്റിൽ സഗാഗ്നിയാണ് ഗോൾ നേടിയത്. കോർണറിൽ നിന്ന് കിട്ടിയ അവസരം ഹെഡർ ഗോളിലൂടെ സഗാഗ്നി വലയിലാക്കി. നാപ്പോളി യുവന്റസ് വമ്പൻ പോരാട്ടത്തിൽ യുവന്റസിനെ 1-2 ഗോളുകൾക്ക് തകർത്ത് നാപ്പോളി വിജയിച്ചു. യുവന്റസിന്റെ പുതിയ സൈനിങ് ഫ്രാൻസ് മുന്നേറ്റ നിര താരം കൗലോ മുവാനിയുടെ ഗോളിലാണ് യുവന്റസ് ലീഡ് പിടിച്ചത്. ആദ്യ പകുതി 1-0 യുവന്റസ് ലീഡ് പിടിച്ചു. രണ്ടാം പകുതിയിൽ ആംഗീസയുടെ ഹെഡ് ഗോളിൽ നാപ്പോളി തിരിച്ചടിച്ചു. യുവന്റസ് താരത്തിന്റെ കയ്യിൽ തട്ടിയതിന് ലഭിച്ച പെനാൽറ്റി വലയിലെത്തിച്ച് ലുക്കാക്കു നാപ്പോളിക്ക് ലീഡ് നൽകി. ഇരു ടീമുകൾക്കും ഒരുപാട് അവസരങ്ങൾ ലഭിച്ചുവെങ്കിലും അതൊന്നും മുതലാക്കാൻ സാധിച്ചില്ല. മറ്റൊരു മത്സരത്തിൽ ബൊളോഗ്ന 1-2 ഗോളുകൾക്ക് പാർമയെ തോൽപ്പിച്ചു. ലാ ലീഗയിൽ റിയൽ ഓവിഡോ RCD മലോർക്ക മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു. പോർച്ചുഗീസ് ലീഗിലെ വമ്പന്മാരുടെ പോരാട്ടമായ സ്പോർട്ടിംഗ് ബെൻഫിക്ക പോരാട്ടം 1-1 സമനിലയിൽ അവസാനിച്ചു. ബുണ്ടസ് ലീഗിൽ ഫ്രാങ്ക്ഫോർട്ട് വോൾസ്ബർഗ് പോരാട്ടം 1-1 സമനിലയിൽ അവസാനിച്ചു. മറ്റൊരു മത്സരത്തിൽ മെയിൻസിനെ എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ച് ഗ്ലാഡ്ബാക്ക് വിജയിച്ചു. മെയിൻസ് താരത്തിന്റെ സെൽഫ് ഗോളിലായിരുന്നു ഗ്ലാഡ്ബാക്ക് വിജയിച്ച് കയറിയത്. സ്റ്റാട്ട്ഗാർട്ടിനെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഹാംബർഗ് വിജയിച്ചു. അപ്പോൾ ഇതുപോലത്തെ എല്ലാത്തരം ഫുട്ബോൾ വാർത്തകൾക്കും മറ്റു സ്പോർട്സ് വാർത്തകൾക്കുമായി നമ്മളുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.